അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നബിദിനം വരുമ്പോ മാത്രമല്ല സലാത്ത്, എപ്പോഴും വേണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും ഇങ്ങനെ സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് വഹിയുമായി കടന്നു വരുന്ന മലക്കുകളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകന് അത്ഭുതമായി, പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ആ പോകുന്നത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാണ് പരിചയമുള്ളത്? ആ സ്വഹാബിയുടെ പേര് അബൂദറാണെന്ന് ആര് പറഞ്ഞു തന്നു? ജിബ്രീൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ആ ചെറുപ്പക്കാരനെ അറിയാത്ത മലക്കുകളില്ല. ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബി അശ്ഹറു ഫിൽ അർളി. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ലോകത്ത് ഭൂമിയിലെ ജനങ്ങൾക്ക് അറിയുന്നതിനേക്കാളും നല്ലതുപോലെ ആ ചെറുപ്പക്കാരനെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. ആരോട് ചോദിച്ചാലും പറയും, നബിയേ, ആ ചെറുപ്പക്കാരനെ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി, ആരാ അബൂദറാരാ? പടച്ചവനെ, അല്ലാഹ് ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ മറ്റൊരു പുതപ്പ് പോലും കയ്യിലില്ല. ഒരു ദിവസത്തിൽ ഒരു കാരയ്ക്ക് പോലും സ്വന്തമായിട്ട് കഴിക്കാനില്ലാത്ത, തന്റെ കാലിന്റെ ചുവടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്ത അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബിയെ കാണിച്ചിട്ടാണ് ജിബ്രീൽ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് പരിചയമുണ്ട് നബിയേ, ഞങ്ങൾ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, അതിന്റെ കാരണമെന്താ? നബി അവിടെന്ന് ചോദിച്ചു, അതിന്റെ കാരണമെന്താ? അവിടെന്ന് പറയുന്നു, നബിയേ, മലക്കുകൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരനുണ്ട്. മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം, മലക്കുകൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവമുണ്ട് നബിയേ, അതുകൊണ്ടാണ് സ്നേഹിക്കുന്നതെന്നും ജിബ്രീൽ എന്ന മലക്ക് പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ആ സ്വഭാവം എന്തെന്നറിയുമോ? മലക്കുകളെ സ്നേഹിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരാ. അവന് നിന്നെ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുക്കണമെങ്കിൽ ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? അബൂദർ എന്ന് പറയുന്ന സ്വഹാബിക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. ഒരു പരിത്യാഗിയായിരുന്നു, ഒരു പരിത്യാഗിയായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പാ, ഈ ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പാ, ആഖിറത്തിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവനെ, അതാ പണം വേണമെന്നോ അധികാരം വേണമെന്നോ കൊട്ടാരം പണിയണമെന്നോ ദുനിയാവിനോട് യാതൊരു മോഹവുമില്ല. ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയുമില്ല, ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. അതുകൊണ്ടാണ് മലക്കുകൾ സ്നേഹിച്ചതെന്ന് നബി മുഹമ്മദ് മുസ്തഫ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോക. ജിബ്രീൽ ചോദിക്കാൻ, നബി, ആ പോണത് അബൂദർ അല്ലേ? പ്രവാചകൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം നബിയെ, എനിക്ക് മാത്രമല്ല എല്ലാ മലക്കുകൾക്കും അറിയാം. കാരണം അബൂദർ ഒരു പരിത്യാഗിയായിരുന്നു. ദുനിയാവിനോട് യാതൊരു മഹബത്തും ഇല്ല, ദുനിയാവിനോട് യാതൊരു സ്നേഹവുമില്ല. ആഖിറത്തിന് ശേഷം നമുക്ക് ഇല്ലാതെ പോയത് അത് തന്നെ. നമുക്ക് ഇപ്പോഴും ദുനിയാവ് ദുനിയാവ് ദുനിയാവ്. മരണവോ ഖബറോ പരലോകവോ മഹ്ശറയോ നരകവോ പറയണ പോലും ഇഷ്ടമല്ല നമുക്കാർക്കും. നമുക്ക് ഉസ്താദന്മാര് മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല. കാരണം നമുക്ക് താല്പര്യമില്ല. നമുക്ക് ദുനിയാവ് ഇത് വെട്ടിപ്പിടിക്കാനുള്ള പരക്കം പാച്ചിൽ എങ്ങനെ പണം ഉണ്ടാക്കും, അത് നമ്മുടെ ചിന്ത.
നമുക്കെല്ലാം മോഹം, ദുനിയാവിനോട് വല്ലാത്ത മഹബത്ത്, ഒന്നിനും നമുക്ക് സമയമില്ല. ദുനിയാവ് എങ്ങനെയെങ്കിലും വാരിക്കുട്ടാനുള്ള പരക്കം പാച്ചിലില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിനെ സ്നേഹിച്ചു, ആഖിറത്തിനെ നമ്മൾ മറന്നു. ആഖിറത്തിനെ മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിച്ച നിനക്ക് അള്ളാഹു 4 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ ദുനിയാവിനെയാണോ ഇഷ്ടപ്പെടുന്നത്, ആഖിറത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്? തിരിച്ചറിയാൻ ഒരു 4 അടയാളം ഞാൻ പറയാം. ഈ പറയുന്ന 4 ശിക്ഷ നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആഖിറത്തിനെ മറന്നു നടക്കുന്നവരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. റക്കപ്പർ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ പറയുന്ന 4 ശിക്ഷ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ദുനിയാവിനെ സ്നേഹിക്കുന്നവന് അള്ളാഹു കൊടുക്കുന്ന 1ാമത്തെ ശിക്ഷ, ഒരു കാലത്തും നിനക്ക് അള്ളാഹു സമാധാനം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നും ദുഃഖം, എന്ന് നോക്കിയാലും ദുഃഖം. ഒരു കാലത്ത് റബ്ബ് നിനക്ക് സന്തോഷം തരത്തില്ല. എന്നും ദുഃഖം, ദുഃഖം, ദുഃഖം. ഇത് മാത്രം. സന്തോഷമുള്ള ഒരു ദിവസവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അത് ദുനിയാവിനെ സ്നേഹിച്ചപ്പോ അള്ളാഹ് നിനക്ക് തന്ന ശിക്ഷയാ. 2, ഒരിക്കലും തീരില്ലടാ നിന്റെ ജോലി. ഒരു കാലത്തും തീരൂല. നിനക്ക് ഉറങ്ങാൻ സമയമില്ല, കെട്ടിയ പെണ്ണിന്റെ കൂടെ കിടക്കാൻ സമയമില്ല, നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ സ്നേഹിക്കാൻ സമയമില്ല, നിനക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, മക്കളെ സ്നേഹിക്കാൻ സമയമില്ല, ഇബാദത്ത് ചെയ്യാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. യന്ത്രം കറങ്ങുന്നത് പോലെ നീ ഇങ്ങനെ കറങ്ങും മരണം വരെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് അള്ളാഹ് നിനക്ക് തന്ന ശിക്ഷയാ. 3, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലത്തും നിന്റെ ദാരിദ്ര്യം തീരില്ല. ഉസ്താദ് ഏത് കച്ചവടം തുടങ്ങിയാലും പൊളിയുമല്ലോ, അതിന് ഉസ്താദിനല്ല കുറ്റം പറയണ്ടേ, നീ നിന്നെ തന്നെ പറ. എന്ത് നീ നന്നാകാത്ത? എന്തിനാ എത്ര കിട്ടിയാലും തികയാത്ത? നീ എന്ത് നേരെയാകാത്ത? നീ ദുനിയാവിനെ സ്നേഹിക്കുന്നു, ആഖിറത്തിനെ മറന്നപ്പോ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തന്നു. 4, നിന്റെ ആർത്തി ഒരു കാലത്തും തീരൂല. നിന്റെ അത്യാഗ്രഹം കബറിൽ കൊണ്ടുവെക്കണ കാലം വരെ തീരൂല. അള്ളാഹു എത്ര കിട്ടിയാലും തികയാത്ത ആർത്തി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൃപ്തിപ്പെടാനൊരു മനസ്സ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. എന്റെ പ്രിയമുള്ളവരെ, പണം ഉള്ളവനല്ല സമ്പന്നൻ, പണം ഇല്ലാത്തവൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു കൊടുത്തത് കൊണ്ട് വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാന്ന് ആരെങ്കിലും എന്നോട് വെച്ചാൽ പറയും ഞാനാണെന്ന്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പറ മനുഷ്യ, അള്ളാഹു എന്നെ നിലനിർത്തി തരുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ഞാനാ. അംബാനിയൊന്നും അല്ലപ്പ. ഓനാരപ്പ? പോത്തിങ്ങാനില്ല. ഓനൊന്നുമല്ല പണക്കാരൻ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ? അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ. ഒരു ചെറിയ വീടെങ്കിൽ അത് തന്നെ. എടാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അല്ലാതെ വാരാനല്ല. ഈ അണ്ണാച്ചിമാരെ കണ്ടിട്ടുണ്ടോ? റോഡിന് കുഴിയെടുക്കാൻ വരുന്ന, മറ്റേ പൈപ്പിടാൻ വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഭാര്യയും ഭർത്താവ് ഒരുമിച്ച കുഴിയെടുക്കണേ, അല്ലാതെ ഇപ്പുറത്തെ പോലൊന്നും അല്ല. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കുഴിയെടുക്കും. വൈകുന്നേരം ആകുമ്പോൾ 350 400 കിട്ടും. 2 പേരും കൂടെ മേടിച്ച് കുളിച്ചൊരുങ്ങി ഏതെങ്കിലും തട്ടുകടയിൽ പോയിരുന്ന ദോശയോ ഓംപ്ലേറ്റോ പുളിസൊക്കെ അങ്ങോട്ട് അടിക്കും. എന്നിട്ട് അൽഹംദുലില്ലാ ഭാര്യയും ഭർത്താവും കൂടെ കയ്യിലിങ്ങോട്ട് പിടിച്ചിട്ട് 2 പേരും കൂടെ വരും. ഏതെങ്കിലും ഒരു കടത്തിണ്ണ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടാർപ്പ കിട്ടിയിട്ടുണ്ടാകും. 2 എണ്ണം കൂടെ വന്നിട്ട് കെട്ടി പിടിച്ചിട്ട് കിടക്കും. കാമുകന്മാര് കിടക്കണോ അല്ലെ? അള്ളാഹുവേ, കറണ്ട് ബില്ല് അടക്കണ്ട, ടാക്സ് അടക്കണ്ട, വാടക കൊടുക്കണ്ട, GST കൊടുക്കണ്ട, ഒന്നുമില്ല. ആരുടെങ്കിലും കൊട്ടാരം കാണുമ്പോ എനിക്കിത് തന്നില്ലല്ലോ അള്ളാനെ പള്ളും പറയാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് നേരെ തിരിച്ച നമുക്കെങ്ങനെ പടച്ചവൻ എല്ലാത്തിനും ആർത്തിയ എങ്ങനെ ഉണ്ടാക്കാം, പണം എങ്ങനെ വാരാ, എളുപ്പവഴി എന്താ? പണം ഉണ്ടാക്കാനുള്ള എളുപ്പവഴിയെ എല്ലാവരും നോക്കണ്ടേ? അതുകൊണ്ടാണല്ലോ ഉസ്താദ് നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ, അല്ലാഹുവേ നരകത്തിലെ തൊട്ട് കാക്കണേ പടച്ചവനെ. ഒരു ഉപ്പ 1ാം സഫിലിരുന്ന് ആമീൻ 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 പറയുമ്പോൾ ലോട്ടറി പോക്കറ്റിൽ തെളിഞ്ഞിരിക്കുന്ന കാണാം. പണം പെട്ടെന്ന് പണക്കാരനാകാൻ അല്ലേ? അതിനാണല്ലോ പലിശ പണി നടത്തുന്നത്. അതിനാണല്ലോ പലിശ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നിനക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂന്ന്. ആരാ മോളെ നിനക്കത് പറഞ്ഞേ? ആരാ നിനക്ക് പറഞ്ഞു തന്നേ? നിന്റെ ഒരു ചിന്ത പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂന്ന്. നിന്റെ വാപ്പായ്ക്ക് കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിട്ട് 3-4 എണ്ണത്തിന് കെട്ടിച്ചു വിട്ട. നിന്റെ വാപ്പായ്ക്ക് ഏക്കർ കണക്കിനുണ്ടായിരുന്നു. നിനക്ക് ആകെ ഒന്നല്ലേ ഉള്ളൂ.
നിനക്കാകെ ഒരു പെൺകുട്ടിയേ ഉള്ളൂ, നീ രാവും പകലും കെട്ടിയവനും പെണ്ണും പിള്ളയും കൂടെ ടെൻഷനാ. നിന്റെ വാപ്പ ഒരുത്തന്റെ മുന്നിലും തെണ്ടാതെ 5 എണ്ണത്തിന് കെട്ടിച്ചു വിട്ട അന്തസ്സോടെ എന്ത് പറ്റി, എങ്ങനെ നടന്നു? അതാ ചിന്തിക്കണ്ടേ. ഇന്ന് ഒരെണ്ണത്തിനെ വെച്ചോണ്ട് പരക്കം പാച്ചില്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സ്വഹാബി വനിതകളോട് അവിടെ നിന്ന് ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെ? പെണ്ണുങ്ങളെല്ലാവരും വിചാരിച്ചു, പടച്ചവനെ ഞാനായിരിക്കും. അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചവൻ പ്രവാചകം പറയുന്നത് എന്റെ പേരായിരിക്കും. എല്ലാവരും അത്ഭുതത്തോടെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദോണ്ടാ നടന്നു പോകുന്ന പെണ്ണുണ്ടല്ലോ, വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വിറകു വെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചിട്ട് പറഞ്ഞു, അവളാണ് സ്വർഗത്തിന്റെ അവകാശി. സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. ആ പെണ്ണിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന, പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എന്ത് പ്രത്യേകമായിട്ടുള്ള അമലാണ് നീ ചെയ്യുന്നത്? പെണ്ണുങ്ങൾ ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ആയുധമെടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഭർത്താവുണ്ടല്ലോ, രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവിനോട് തന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഇക്കാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ പൈസ കൊണ്ടുവരല്, പിടിച്ചു പറിച്ചത് കൊണ്ടുവരല്, ലോട്ടറിയുടെ പൈസ കൊണ്ടുവരല്, ഹറാമിലൂടെ സമ്പാദിച്ച ഒന്നും കൊണ്ടുവരല്, ഹറാമായ ഭക്ഷണം എനിക്കും എന്റെ മക്കൾക്കും തരല്. പട്ടിണി കിടക്കാനാ തയ്യാറാട്, പട്ടിണി കിടക്കാനും ഞാൻ തയ്യാറാ. ഹറാമായ പൈസയോ ഭക്ഷണമോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ എന്ന് ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, മോനെ പാവപ്പെട്ടവനാടാ, പക്ഷേ എന്ത് കിട്ടിയാലും വൈകുന്നേരമാകുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല. കാരണം വെക്കരുതെന്ന് പടച്ചവനാണ് പറഞ്ഞത്. ആരെങ്കിലും വീട് പണിയുന്നത് കണ്ടാൽ, സമ്പത്ത് കൂട്ടിവെക്കുന്നത് കണ്ടാൽ അവരുടെ വീടിന്റെ മുന്നിൽ ചെന്നിരുന്നിട്ട് വഅദ് പറയുമായിരുന്നു. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി അങ്ങനെയാണ്. പടച്ചവന് അവസാനം അവിടെ നിന്ന് നാട് കടത്തപ്പെട്ടു. ആ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ പോലെയാണ് ഓരോ വാപ്പയും ആകേണ്ടത്, ഓരോ ഉമ്മയും അങ്ങനെയാണ് ആകേണ്ടത്. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, ഇന്ന് പെണ്ണുങ്ങളെ ചെയ്യുന്നത് എന്താണ്? പടച്ചവനെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട് ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എന്താ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനോട് ഉമ്മ കൊടുക്കുന്ന ഉപദേശം, മോനെ 1ാം റാങ്ക് വാങ്ങണം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട് പറയാ 1ാം റാങ്ക് വാങ്ങണം, എല്ലാവരെക്കാരും കൂടുതൽ മാർക്ക് നീ വാങ്ങണം മോനെ. നല്ലതുപോലെ പഠിച്ചാൽ നല്ല ഭാവി ഉണ്ടാകും, നല്ല ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടും. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. 5 വയസ്സുള്ളവനോടൊരു തള്ള പറയാ. 5ഉം 10ഉം വയസ്സുള്ള മക്കളോട് ഒരു ഉമ്മ അള്ളാനെ കുറിച്ചോ ദീനിനെ കുറിച്ചോ നബിയെ കുറിച്ചോ അല്ല പറഞ്ഞത്, മരണത്തെ കുറിച്ചോ ഖബറിനെ കുറിച്ചല്ല പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, പണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ചുമ്മാതല്ല 10ാം ക്ലാസ്സിലായപ്പോ നിന്റെ മോനെ കഞ്ചാവ് കേസിൽ പോലീസ് പൊക്കിയത്. അള്ളാഹു ഈ